லட்சு நான் டீ போட்டு தரேனே. அது குழப்பம் ഞാൻ തോളാം. இன்னைக்கு கேரட் வைக்கலாமா? வேற ஒண்ணுமில்ல. பயிர் தான் இருக்கு. நல்லா இல்ல. എന്നാ ഇത് നോക്കാം. ആന്റി മഴയൊക്കെ ഇപ്പോഴേ കനത്ത് തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഓഫ്, പാറുവിന് മടിയൊക്കെ കൂടും. ഒന്നാമതേ കുറച്ച് മടിയുള്ള കൂട്ടത്തില. ഇനി ഇപ്പൊ മഴയും കൂടെ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ പറയാൻ പാറു മുന്നാടി മഴയെല്ലാം ഇല്ല ലച്ചു. ரொம்ப நல்லா പഠിക്കറാ ഇപ്പോ. പഠിക്കാറ് അവിടെ പുറകെ നടന്ന് ആരെങ്കിലും കുന്തി കൊടുക്കുവാണെങ്കിൽ അവൾ പഠിക്കും. ആന്റി നോക്കിക്കോ, സ്കൂൾ തുറക്കട്ടെ അപ്പൊ അറിയാം. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ കുഴപ്പം. ഇപ്പൊ ഈ വീട്ടിലെ ഏറ്റവും വലിയ ഉഴപ്പന ആരാന്നറിയോ? ഇവിടുത്തെ വിദ്യാസമ്പന്നൻ. யாரு சொல்ற? நம்ம கேசுவாவா? கேசு ரொம்ப சூப்பர்ப்பா. സൂപ്പർ. എക്സാം റിസൾട്ട് വരട്ടെ അപ്പൊ അറിയാം. എന്റെ അളിയനല്ലേ, അവർ റാങ്ക് വാങ്ങും, നോക്കിച്ചു. അമ്മമ്മേ, അടുത്ത വർഷം ആവുമ്പത്തേക്ക് 10 ആക്കണേ. അതൊക്കെ തരാം, പക്ഷെ മിഠായി മേടിച്ച് കളയരുത്. എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വിനിയോഗിക്കണം. എന്താണ് അമ്മൂമ്മ പൈസ വല്ലതും കൊടുത്താ അവക്ക്? ഡെയിലി 5 രൂപ വീതം തരാന്ന് പറഞ്ഞു. മാസത്തിൽ ഒരു 30 ദിവസം. അപ്പൊ എത്ര രൂപയാവും? ആ മക്കളെ കണക്കൂട്ടിട്ട് പറ, എത്ര ആവും? ഒരു ദിവസം എന്ന് പറയുമ്പോ 5 രൂപ, 2 ദിവസം എന്ന് പറയുമ്പോ 10 രൂപ, 15 ദിവസം. பாரு நீயே சொல்லு. 10 நாளைக்கு 5 ரூபாய் வச்சு எவ்வளோ? ആന്റി சொல்லு. நீ சொல்ல. ആന്റി சொல்லு. 10 நாளைக்கு 5 ரூபாய் வச்சு 50 ரூபாய். 10 ദിവസം എന്ന് പറയുമ്പോ 50 രൂപ, 20 ദിവസം എന്ന് പറയുമ്പോ 100 രൂപ, അപ്പൊ 30 ദിവസം എന്ന് പറയുമ്പോ 150 രൂപയാ. കറക്റ്റ്. ഞായറാഴ്ച ദിവസം ഞാൻ തരത്തില്ല. അപ്പോ ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിവാക്കി മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. അതെ, എന്നെ രാവിലെ തൊട്ട് പണിയെടുപ്പിക്കുക. എനിക്ക് പണിയെടുക്കാൻ വയ്യ. പാറൂസിനെ ഞാനും ഡെയിലി 5 രൂപ വെച്ച് തരാം. അപ്പൊ അമ്മമ്മ തരുന്നത് ഞാൻ തരുന്നതും കൂടെ ടോട്ടൽ കൂട്ടിയിട്ടൊന്ന് പറഞ്ഞേ. അത് അളിയൻ എനിക്ക് തരണ്ട, ഉള്ളത് വെച്ച് ഞാൻ മുന്നോട്ട് പോക്കണം. കണക്കൂട്ടാനും അറിയാൻ പാടില്ല, പഠിക്കോ ഇല്ല, എന്തോന്നിത്? ആ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ പടവലത്തെ ചാർജ് കേശു ഏറ്റെടുത്തതിന് ശേഷം കുറച്ച് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. അവൻ അവിടെ നിന്ന് നൈസായിട്ട് പൈസ ഇസ്കുന്നുണ്ട്. അത് കൂടാതെ അമ്മൂമ്മ കൈമടക്ക് കൊടുക്കുന്നുണ്ട്. ഇല്ലേ? അത് കൊടുക്കുന്നുണ്ട്. അതിനാ കൊടുക്കണേ? അവൻ അവന്റേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? അവനെ ഇന്ന് രാവിലെ ആരെയൊക്കെ വിളിച്ചിട്ടേ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്ത് വള്ളി ഇനി പിടിക്കാൻ പോവാണെന്ന് ദൈവത്തിനറിയാം. அப்படின்னா அவன் ஏதாவது ஒண்ணு புதுசா ஒரு പരിപാടി யோசிச்சிருப்பான். അവൻ രാവിലെ എണീക്കുന്ന തന്നെ ഇന്ന് എന്ത് പരിപാടി ചെയ്യാം എന്ന് ആലോചിച്ചോണ്ട് തന്നെയാണ്. താങ്ക് യു. അമ്മൂമ്മയ്ക്ക് കട്ടെ ഇപ്പൊ വേണ്ട മക്കളെ. ആന്റിക്കോ? எனக்கு இப்ப வேண்டாம். ഹലോ, ആ ലച്ചു. ഇല്ല ലച്ചു, ഞാൻ നടക്കുക. ഞാൻ സ്റ്റാൻഡ് നോക്കി, ഓട്ടോ ഒന്നും കണ്ടില്ല. ഇപ്പൊ നടക്കാം.